അകാലത്തിലുള്ള ഞെട്ടിക്കുന്ന വേർപാടായിരുന്നു കലാഭവൻ നവാസിൻ്റേത്. അതിൻ്റെ വേദനയിൽ നിന്നും ആഘാതത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ നവാസിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഭർത്താക്കന്മാർ മരിച്ചാൽ മറയിരിക്കൽ എന്ന ചടങ്ങുണ്ട്. 3.5 മാസത്തോളമുള്ള ആ ചടങ്ങ് കഴിഞ്ഞെങ്കിലും വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല രഹന. ഇപ്പോഴിതാ 5 മാസങ്ങൾക്കിപ്പുറം നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന ചിത്രം റിലീസായപ്പോൾ അത് കാണാൻ 3 മക്കൾക്കുമൊപ്പം തിയേറ്ററിലേക്ക് എത്തുകയായിരുന്നു രഹന. സാധാരണ നവാസിൻ്റെ കൈപിടിച്ച് തിളങ്ങുന്ന ഉടുപ്പുമിട്ട് മേക്കപ്പുകൾ ചെയ്ത് ഇണക്കുരുവികളെ പോലെ തിയേറ്ററിലേക്ക് എത്തിയിരുന്ന ആളായിരുന്നു രഹന. ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ഒരു ചിത്രം കാണുവാൻ ഒരുമിച്ച് തിയേറ്ററിലേക്ക് എത്തിയ ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. എന്നാൽ മാസങ്ങൾക്കിപ്പുറം രഹന മക്കൾക്കൊപ്പം എത്തിയത് കറുപ്പ് വീണ കണ്ണുകളോടെയായിരുന്നു. വെളുത്ത ചുരിദാറിട്ട് മുഖത്ത് ഒരു തരി മേക്കപ്പ് പോലും ഇല്ലാതെ ഇപ്പോഴും സങ്കടം തളം കെട്ടി നിൽക്കുന്ന മുഖമായിരുന്നു തിയേറ്ററിലെത്തിയവരെല്ലാം രഹനയുടെ മുഖത്ത് കണ്ടത്. കണ്ണിന് ചുറ്റും കറുപ്പ് ബാധിച്ച് മെലിഞ്ഞ രൂപത്തിൽ തന്നെ ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് രഹനയ്ക്ക്. മകൾക്കും ഇളയ മകനും അരികെ നിന്നിരുന്ന രഹനയ്ക്ക് മുന്നിലേക്ക് ക്യാമറകൾ എത്തിയപ്പോൾ ചോദിച്ച ചോദ്യങ്ങളോടൊന്നും ചോദിക്കല്ലേ, എനിക്കൊന്നും തന്നെ പറയാനാകില്ല എന്ന് ശബ്ദം പോലും പുറത്തു വരാതെ ആംഗ്യത്തിലൂടെ മാത്രം പറഞ്ഞൊപ്പിച്ച രഹന അതിന് പിന്നാലെ പൊട്ടിക്കരയുകയായിരുന്നു. തൊട്ടടുത്ത് നിന്നിരുന്ന ഇളയ മകൻ ഓടിയെത്തിയപ്പോഴേക്കും മകൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു രഹന. അല്പം ദൂരെയായിരുന്ന മൂത്ത മകൻ പിന്നാലെ എത്തുകയും 3 മക്കളും ചേർന്ന് ഉമ്മയും കൊണ്ട് അവിടെ നിന്ന് പോവുകയുമായിരുന്നു. ഇതിന് രൂക്ഷ വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നവാസിൻ്റെ കുടുംബത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയും ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ച യൂട്യൂബേഴ്സിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത അമർഷം ഉയരുകയാണിപ്പോൾ. രഹന കരയുന്ന ദൃശ്യങ്ങൾ മൊബൈൽ പകർത്താൻ ശ്രമിച്ച യൂട്യൂബേഴ്സിൻ്റെ ഔചിത്യമില്ലാത്ത പെരുമാറ്റത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത്. വിതുമ്പി നിൽക്കുന്ന രഹനയുടെ അടുത്തേക്ക് മൈക്കുമായി ചെന്ന് പ്രതികരണം ചോദിക്കുകയായിരുന്നു ചില യൂട്യൂബേഴ്സ്. ഒരാളുടെ സ്വകാര്യത പോലും മാനിക്കാതെ ഇത്തരത്തിൽ കടന്നു കയറുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് സിനിമാ പ്രേമി കലാഭവൻ നവാസിനെ കുറിച്ച് വികാരിതനായി സംസാരിക്കുന്ന ഭാര്യ പിതാവും നാടക പ്രവർത്തകനുമായ കൊച്ചിൻ ഹസ്നാറിന്റെ വീഡിയോയും പുറത്തുവരുന്നുണ്ട്. കലാഭവൻ നവാസ് രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിന്റെ അവതരണ വേദിയിലായിരുന്നു വികാരനിർഭരമായ രംഗങ്ങൾ അരങ്ങേറിയത്. നവാസ് അവസാനമായി അഭിനയിച്ച സിനിമയെക്കുറിച്ച് പരാമർശിച്ച് സംസാരിക്കുന്നതിനിടയിൽ കൊച്ചിൻ ഹസനാറുടെ വാക്കുകൾ ഇടറി. എനിക്ക് 2 പെൺകുട്ടികളാണ്. അതിൽ ഇളയ ആളാണ് രഹന. എൻ്റെ 2 മക്കളും മരുമക്കളാണ്. വീട്ടിലേക്ക് വന്നു കയറിയ പുത്രന്മാർ 2 പേരും നല്ല പുത്രന്മാരായിരുന്നു. 22 വർഷമായി എൻ്റെ കൂടെയായിരുന്നു എൻ്റെ മരുമോനല്ലായിരുന്നു, മകനായിരുന്നു. എല്ലാം അറിഞ്ഞു ചെയ്യുന്ന ആളായിരുന്നു. ഇതുവരെ ഒരാളെ പറ്റി മോശം പോലും പറഞ്ഞിട്ടില്ല നവാസ്. നീറ്റിൽ തന്നുപോയി. പുതിയ 12 പേജോളം എഴുതി എന്നോട് കഥ പറഞ്ഞു തന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകം മാറ്റി ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ പോയി. ഹസ്നാറിന്റെ വാക്കുകൾ. കലാഭവൻ നവാസ് രചനയും സംവിധാനവും നിർവഹിച്ച ഇന്ന് എന്ന നാടകം കാണാൻ കുടുംബാംഗങ്ങൾക്ക് പുറമെ അടുത്ത സുഹൃത്തുക്കളും എത്തിയിരുന്നു. നവാസിന്റെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും കാണുമ്പോൾ സ്നേഹവും സന്തോഷവുമാണ് തോന്നുന്നത്. ഹസ്നാർ പറഞ്ഞു. അകാലത്തിൽ വിട പറഞ്ഞ നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമയെക്കുറിച്ചും ഹസ്നാർ വാചാലനായി. എൻ്റെ മകൻ എന്ന് പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം കലാഭവൻ നവാസിനെ കുറിച്ച് സംസാരിച്ചത്. എൻ്റെ മകൻ അവസാനമായി അഭിനയിച്ച സിനിമ പ്രകമ്പനം റിലീസാവുകയാണ്. എല്ലാവരും കാണണം. തിയേറ്ററിൽ പോയി തന്നെ കാണണം, കൊച്ചിൻ ഹസ്നാർ പറഞ്ഞു. ഇനിയൊരു സിനിമയിൽ അദ്ദേഹത്തെ കാണാൻ കഴിയില്ലല്ലോ എന്നൊരു ദുഃഖവും ഹസ്നാർ പങ്കുവച്ചു. നവാസിന്റെ അപ്രതീക്ഷിത വിടവാങ്ങലിന്റെ ആഘാതത്തിലാണ് ഇപ്പോഴും കുടുംബം. 2025 ഓഗസ്റ്റ് 1 ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തി.